പുലരിത്തോപ്പിലെ മേഘങ്ങൾക്കായി കൈനീട്ടുന്ന വസന്തങ്ങൾ പുലരിത്തോപ്പിലെ മേഘങ്ങൾക്കായി കൈനീട്ടുന്ന വസന്തങ്ങൾ മാറിൽ നിന്നും അമ്മയടത്തി സ്കൂളിലയക്കും വാത്സല്യം മാറിൽ നിന്നും അമ്മയടത്തി സ്കൂളിലയക്കും വാത്സല്യം ആര് പഠിപ്പിച്ചെങ്ങനെ ഇവനെ ഓർപ്പിക്കുന്നത് പറയാമോ? കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്തിന്റെ വിദ്യാഭ്യാസ ജാഥ കേരളമൊട്ടാകെ പ്രയാണം ആരംഭിച്ചിരിക്കുകയാണ്. അതിൻ്റെ ഭാഗമായി കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്തിന്റെ സംസ്ഥാന പ്രസിഡന്റ് ശ്രീമതി ബീരാബായി നേതൃത്വം കൊടുക്കുന്ന സംസ്ഥാന ജാഥയാണ് ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ളത്. ഗുണമേന്മയുള്ള വിദ്യാഭ്യാസം കുട്ടികളുടെ അവകാശമാണ് എന്നുള്ള മുദ്രാവാക്യം ഉയർത്തിക്കൊണ്ടുള്ള ജാഥയാണ് ഇന്ന് കേരളത്തിലുടനീളം സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഭാഗമായി ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള ജാഥാംഗങ്ങളെ എല്ലാവരെയും ശാസ്ത്ര സാഹിത്യ പരിഷത്തിന്റെ പേരിൽ സ്വാഗതം ആശംസിക്കുകയാണ്. ജാഥാ ക്യാപ്റ്റനായി പങ്കെടുക്കുന്ന ശ്രീമതി മീരാബായി സംസ്ഥാന പ്രസിഡന്റ് കൂടിയാണ്. അവരുടെ വളരെ സന്തോഷത്തോടു കൂടി ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതുപോലെ തന്നെ ഈ ജാഥയുടെ വൈസ് ക്യാപ്റ്റനായി പ്രവർത്തിക്കുന്നത് ശ്രീ ഡോക്ടർ എം വി ഗംഗാധരൻ അവരാണ്. സംസ്ഥാന വിദ്യാഭ്യാസ വിഷയസമിതിയുടെ കൺവീനർ കൂടിയായിട്ടുള്ള അദ്ദേഹത്തെ വളരെ സന്തോഷത്തോടു കൂടി ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതേപോലെ തന്നെ കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്തിന്റെ മുൻ സംസ്ഥാന പ്രസിഡന്റായിട്ടുള്ള പ്രൊഫസർ കെ ബാപ്പുട്ടി സാറ് ഈ ജാഥയോടൊപ്പം സഞ്ചരിക്കുന്നുണ്ട്. ശ്രീ കെ ബാപ്പുട്ടി സാറിനെ വളരെ സന്തോഷത്തോടുകൂടി ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതേപോലെ തന്നെ ഈ ജാഥയുടെ മാനേജറായി പ്രവർത്തിക്കുന്നത് കേന്ദ്ര നിർവാഹക സമിതി അംഗമായിട്ടുള്ള ശ്രീ ടി എം വിനോദ് കുമാർ അവരാണ്. അദ്ദേഹത്തെ വളരെ സന്തോഷത്തോടുകൂടി ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതേപോലെ തന്നെ ഈ ജാഥയിൽ പങ്കെടുക്കുന്ന ഡോക്ടർ കെ രമേശ് ജില്ലാ വിദ്യാഭ്യാസ വിഷയസമിതി കൺവീനർ കൂടിയായിട്ടുള്ള ആളാണ്. അദ്ദേഹത്തെയും വളരെ സന്തോഷത്തോടുകൂടി ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ജാഥയിലെ മറ്റു സംഘമായി പ്രവർത്തിക്കുന്ന എൻ ശാന്താകുമാരി സംസ്ഥാന കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്തിന്റെ സംസ്ഥാന സെക്രട്ടറി കൂടിയായിട്ടുള്ള അദ്ദേഹത്തെ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. അവരെയും വളരെ സന്തോഷത്തോടുകൂടി സ്വാഗതം ചെയ്യുകയാണ്. അതേപോലെ തന്നെ ജാഥയുടെ മാനേജറായി പ്രവർത്തിക്കുന്നത് കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്തിന്റെ കോഴിക്കോട് ജില്ലാ സെക്രട്ടറി ജോയിന്റ് സെക്രട്ടറി ആയിട്ട് പ്രവർത്തിക്കുന്ന പി ബിജു ആണ്. ബിജുവിനെയും വളരെ സന്തോഷത്തോടുകൂടി ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. അതുപോലെ തന്നെ ഈ പരിപാടി ഇവിടെ നിയന്ത്രിക്കുന്നതിന് വേണ്ടി കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്തിന്റെ കുന്നമംഗലം മേഖലാ പ്രസിഡന്റായിട്ടുള്ള അനിൽ മാഷിനെ ക്ഷണിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. അഭിവാദ്യം. സുഹൃത്തുക്കളെ, കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്ത് അതിൻ്റെ രൂപീകരണം മുതൽ കേരളത്തിൻ്റെ വിദ്യാഭ്യാസ മണ്ഡലത്തിൽ സജീവമായി ഇടപെട്ടുകൊണ്ടിരിക്കുന്ന ഒരു സംഘടനയാണല്ലോ. ഈയിടെ വിദ്യാഭ്യാസ രംഗത്ത് ഉണ്ടാക്കുമെന്ന് പറയുന്ന മാറ്റങ്ങൾ വിദ്യാർത്ഥികൾക്ക് അനുഗുണമാണോ എന്ന ഒരു ചർച്ച സമൂഹത്തിൽ സജീവമായി കൊണ്ടിരിക്കുകയാണ്. ഈ അവസരത്തിലാണ് ഗുണമേന്മയുള്ള വിദ്യാഭ്യാസം കുട്ടികളുടെ അവകാശം എന്ന മുദ്രാവാക്യം ഉയർത്തിക്കൊണ്ട് തോൽപ്പിച്ചാൽ ഗുണനിലവാരം കൂടുമോ എന്ന ചോദ്യം ചോദിച്ചുകൊണ്ട് കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്ത് ഇക്കഴിഞ്ഞ നവംബർ 14 കാസർഗോഡ് മുതൽ ഡിസംബർ 10 തിരുവനന്തപുരത്ത് അവസാനിക്കുന്ന തരത്തിൽ കേരളത്തിലുടനീളം വിവിധ കേന്ദ്രങ്ങളിൽ പൊതുജനങ്ങളോട് സംവദിച്ചുകൊണ്ട് ഒരു വിദ്യാഭ്യാസ ജാഥ സംഘടിപ്പിക്കുന്നത്. ഈ ജാഥ ഇന്ന്
കോഴിക്കോട് ജില്ലയിലെ കുന്നമംഗലത്ത് കൂടി കടന്നു പോവുകയാണ്. ഈ അവസരത്തിൽ കേരള ശാസ്ത്ര പരിഷത്തിന്റെ കുന്നമംഗലം മേഖലയിലെ രണ്ടാമത്തെ കേന്ദ്രമായ ഈ കേന്ദ്രത്തിൽ നമ്മൾ ഈ ജാഥയ്ക്ക് ഒരു സ്വീകരണം അർപ്പിക്കുകയാണ്. ഈ ജാഥയിലെ സാരാംശം വ്യക്തമാക്കിക്കൊണ്ട് ഈ ക്യാമ്പയിന്റെ ഒരു വിശദീകരണം നൽകുന്നതിന് വേണ്ടി പരിഷത്തിന്റെ മുൻ സംസ്ഥാന പ്രസിഡന്റ് ശ്രീ പാപ്പുട്ടി മാസ്റ്റർ അവരുകളെ സന്തോഷത്തോടുകൂടി ക്ഷണിക്കുന്നു. ഈ യാത്രയുടെ ഉദ്ദേശവും ലക്ഷ്യവും എപ്പോഴും പറഞ്ഞു വരും. നമുക്കറിയാം, നമ്മുടെ കേരളം ഇന്ത്യയിൽ വളരെ പ്രത്യേകതയുള്ള ഒരു സംസ്ഥാനം. വളരെ കുറച്ച് സ്ഥലമേ ഉള്ളൂ. അവിടെ ജനങ്ങൾ തിങ്ങി പാർക്കുകയാണ്. കൃഷിഭൂമി വളരെ കുറവാണ്. അതുകൊണ്ട് വലിയ തോതിൽ കൃഷി ചെയ്ത് ജീവിച്ചു കളയാം എന്ന് കേരളീയർ ബോധിക്കുന്നില്ല. വലിയ ഖനികളിൽ നിന്ന് എന്തെങ്കിലും കുഴിച്ചെടുത്തിട്ട് വ്യവസായം നടത്താൻ നിർത്തില്ല. അതൊക്കെ ബീഹാറിലും അതേപോലെ തന്നെ രാജ്യത്തിലും ആ പ്രദേശങ്ങളിലൊക്കെ ഇഷ്ടം പോലെ ഉണ്ട്. തമിഴ്നാട്ടിൽ പോലെ ഉണ്ട്. പക്ഷെ നമുക്കൊന്നുമില്ല. നമുക്ക് ആകെയുള്ളത് നമ്മുടെ യുവാക്കളും അവരുടെ തലയും അതെങ്ങനെ പരമാവധി വികസിപ്പിച്ച് പ്രയോജനപ്പെടുത്താം. അത് ഇപ്പം തന്നെ നമ്മൾ ലോകം മുഴുവൻ എത്തിക്കാവുന്നതൊക്കെ എത്തിയിട്ടുണ്ട്. ബുദ്ധിപരമായ പ്രവർത്തനങ്ങളിൽ കേരളീയര് വളരെ ശ്രദ്ധ നേടിയിട്ടുണ്ട്. ഗൾഫിലും യൂറോപ്പിലും അമേരിക്കയിലും ഒക്കെ അവർ ഉയർന്ന സ്ഥാനങ്ങളിലാണ് ഉള്ളത്. അത് സാധിച്ചത് നമ്മൾ വിദ്യാഭ്യാസത്തിനൊക്കെ കൊടുത്ത പ്രാധാന്യം കൊണ്ടാണ്. വളരെ മുമ്പ് മുതലേ നമ്മൾ ആ രീതിയിൽ കേരളത്തിലെ ജനതയെ രൂപപ്പെടുത്താൻ ശ്രമിച്ചിട്ടുണ്ട്. മറ്റു മാർഗമൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെയാണ്. ഇപ്പം വടക്കേ ഇന്ത്യയിലൊക്കെ കുട്ടികളെ വിദ്യാഭ്യാസം ചെയ്യിക്കുന്നതിൽ അവിടുത്തെ നാട്ടുകാർക്ക് വലിയ താല്പര്യമൊന്നുമില്ല. അവിടുത്തെ സമ്പന്നരായ ആളുകൾക്ക് കഴിയുമെങ്കിൽ ഇവർക്ക് വിദ്യാഭ്യാസം കൊടുക്കരുതെന്നാണ് ആഗ്രഹം. കാരണം അവിടുത്തെ ജന്മികൾക്കൊക്കെ അവരുടെ പശുക്കളെ മേയ്ക്കാൻ കുട്ടികളെ ആവശ്യമുണ്ട്. കുട്ടികൾ സ്കൂളിൽ പോയി തുടങ്ങിയാൽ അവരുടെ പൈക്കളെ മേയ്ക്കാൻ ആളെ കിട്ടാണ്ടാവും. അടുക്കള പണിയെടുക്കാൻ ആളുകളെ ആവശ്യമുണ്ട്, അത് കിട്ടാണ്ടാവും. വയലിൽ പണിയെടുക്കാൻ ആളുകളെ ആവശ്യമുണ്ട്, ഉയർന്ന വിദ്യാഭ്യാസം നേടിയ ആളുകളെ ഒന്നും അതിന് കിട്ടാണ്ടാവും. വ്യവസായശാലകളിൽ ഇതേ പ്രശ്നമുണ്ട്. അതുകൊണ്ട് കഴിയുന്നത്ര ആളുകൾക്ക് വിദ്യാഭ്യാസം കൊടുക്കാതിരിക്കാൻ താല്പര്യമുള്ള ഒരുപാട് ആളുകളൊക്കെ അവിടെയുണ്ട്. നമ്മുടെ നാട്ടിൽ അങ്ങനെയല്ല. നമ്മുടെ നാട്ടില് നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് വിദ്യാഭ്യാസം കൊടുക്കണമെന്ന് ആഗ്രഹമുള്ള വലിയൊരു സമൂഹം ഇവിടെയുണ്ടായിരുന്നു. പുരോഗമന പ്രസ്ഥാനം കാലം കൊണ്ടുണ്ടായ ഒന്നാണ്. ഒരുപാട് കാലത്തെ പ്രയത്നം പിന്നിട്ട് നമുക്കറിയാം. ശ്രീനാരായണ ഗുരു, അയ്യങ്കാളി ഒക്കെ ശ്രമിച്ചിട്ടുണ്ടായി ഒന്നാണ്. പക്ഷേ കേരള സമൂഹം അങ്ങനെ ഒരു ധാരണയിലേക്ക് എത്തിയിരുന്നു. നമ്മുടെ കുഞ്ഞുങ്ങളുടെ ശേഷികൾ വികസിപ്പിച്ചുകൊണ്ട് മാത്രമേ നമ്മുടെ കേരളത്തിന് രക്ഷപ്പെടാനാവുള്ളൂ. കേരളത്തിൽ പണി കിട്ടിയില്ലെങ്കിൽ പുറത്തെങ്കിലും പണിയെടുത്ത് നമ്മുടെ നാട്ടിലേക്ക് പണം സ്വരൂപിച്ച് എത്തിക്കാനും ഒക്കെയുള്ള സാധ്യത കഴിഞ്ഞു വന്നത് അങ്ങനെയാണ്. എന്റെയൊക്കെ ചെറുപ്പകാലത്ത് വിദ്യാഭ്യാസത്തിന്റെ അവസ്ഥ വളരെ കഷ്ടമാണ്. എന്റെ കൂടെ 38 കുട്ടികൾ 1ാം ക്ലാസ്സിൽ ചേർന്നതാണ്. 1ാം ക്ലാസ്സിൽ പഠിപ്പിച്ച അധ്യാപകൻ ഒരാളെയും തോൽപ്പിച്ചില്ല. നല്ലൊരു അധ്യാപകരായിരുന്നു. കുട്ടികളെ കൂടെ കൊണ്ട് നടന്ന് പഠിപ്പിക്കുകയായിരുന്നു. പക്ഷേ 2ാം ക്ലാസ്സിൽ 3 ആളെ തോൽപ്പിച്ചു, അടുത്ത ക്ലാസ്സിൽ 5 പേരെ തോൽപ്പിച്ചു. അങ്ങനെ തോൽപ്പിച്ചു വന്നിട്ട് എന്റെ കൂടെ പഠിച്ച 38 കുട്ടികളില് 1ാം ക്ലാസ്സിൽ ചേർന്ന കുട്ടികളില് SSLC പാസ്സായത് 8 പേരാണ്. വെറും 8 പേര്. ഇത് എന്റെ മാത്രം അനുഭവമല്ല, നിങ്ങൾ പലരുടെ അനുഭവമായിരിക്കും.
ജയിക്കുന്നതിനേക്കാൾ എത്രയോ കൂടുതൽ കുട്ടികൾ പല ഘട്ടങ്ങളിലായി ഒഴിഞ്ഞു പോവുക എന്നുള്ളത് പഴയ കാലത്തെ അനുഭവമാണ്. അവർക്ക് ബുദ്ധിയില്ലാഞ്ഞിട്ടല്ല. ഒരു കാരണം പറഞ്ഞാൽ എൻ്റെ കൂടെ കൊല്ലപ്പണി എടുക്കുന്ന ഒരാളുടെ മോനുണ്ടായിരുന്നു, ഒരു ശിവനുണ്ടായിരുന്നു. ഒരു കണക്കൊക്കെ ഇട്ട് കൊടുത്താൽ നിമിഷം കൊണ്ട് അവർ ചെയ്യും. അപാരബുദ്ധിയാണ്. പക്ഷെ അവന്റെ മലയാളം പരമ കഷ്ടമാണ്. കാരണം നമുക്ക് വീട്ടിൽ സംസാരിക്കാതെ അവിടുന്ന് പാലക്കാട് നിന്ന് കുടിയേറിപ്പാത്ത ഒരു കുടുംബമാണ്. മലയാളം എഴുതാൻ അവന് അറിയില്ല. സംസാരിക്കുന്നത് തന്നെ വളരെ മോശമായ ഭാഷയിലാണ്. അതുകൊണ്ട് അവൻ മലയാളത്തിന് എപ്പോഴും തോന്നും. 4ാം ക്ലാസ് ആയപ്പോഴേക്കും പഠിത്തം മതിയാക്കി അവൻ കൊല്ലപ്പണിക്ക് പോയി. കുറച്ചും കൂടി ശ്രദ്ധിച്ചിരുന്നെങ്കിൽ, അധ്യാപകരെ കൂടെ നിർത്തി താങ്ങി നൽകി വളർത്തിയെടുത്തിരുന്നെങ്കിൽ അവൻ ഇന്ത്യയിലെ ഏതെങ്കിലും IIT വിദ്യാർത്ഥിയായിട്ട് കാണും. നമ്മുടെ രക്ഷിതാക്കളൊക്കെ കുട്ടികളുടെ കഴിയോ മലയാളം മീഡിയത്തിലായാൽ കോമ്പറ്റീഷനിലൊക്കെ പൊട്ടിപ്പോകല്ലോ, ലോക നിലവാരത്തിലെന്നെ ഇംഗ്ലീഷ് മീഡിയത്തിൽ വേണമെന്നും പറഞ്ഞ് ബേജാറാകുന്നു. ആവശ്യമില്ല. ഏത് ഭാഷയിൽ പഠിച്ചാലും ഏത് ഭാഷയും കൈകാര്യം ചെയ്യാൻ വേണ്ടിയുള്ള ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് വളർന്നുകൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിൽ നിങ്ങൾ പഠിക്കുന്ന മാത്രം പ്രശ്നമല്ല. നിങ്ങൾക്ക് കൂട്ടക്ഷരം എഴുതാൻ അറിയില്ലെങ്കിൽ തെറ്റ് വന്നാൽ തിരുത്തുന്ന യന്ത്രങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ്. അതിനർത്ഥം കൂട്ടക്ഷരം പഠിക്കേണ്ടെന്നല്ല, കൂട്ടക്ഷരങ്ങളൊക്കെ പഠിക്കണം. പക്ഷേ ഇംഗ്ലീഷ് മീഡിയത്തിൽ കുട്ടിയെ ചേർത്തിട്ട് കുട്ടിക്ക് മലയാളത്തിൽ കൂട്ടക്ഷരം അറിയാൻ പാടില്ല എന്നുള്ളത് ആക്ഷേപമായി എടുക്കരുത്. അതൊരാക്ഷേപമല്ല. പകരം നമ്മുടെ കുഞ്ഞുങ്ങൾ മലയാള മാധ്യമത്തിൽ പഠിക്കട്ടെ. ഇംഗ്ലീഷ് നന്നായി കൈകാര്യം ചെയ്യാൻ വേറെ പഠിക്കുന്ന വേണം. ഇംഗ്ലീഷ് നന്നായിട്ട് കൈകാര്യം ചെയ്യാൻ പഠിക്കണം. കാരണം അതൊരു ലോക ശാസ്ത്രമായാലും സാഹിത്യമായാലും എന്തായാലും നമ്മളിലേക്ക് എത്താനുള്ള ഒരു വീഡിയോ ആണ്. അതുകൊണ്ട് എല്ലാവർക്കും നന്നായിട്ട് ഇംഗ്ലീഷ് അറിയണം. പക്ഷെ പഠിക്കേണ്ട മാധ്യമം കുഞ്ഞുങ്ങളുടെ മാതൃഭാഷയായിരിക്കണം. എങ്കിലും മാത്രമേ ക്ലാസ്സിൽ ചർച്ച ചെയ്യുന്ന ശാസ്ത്രകാര്യങ്ങൾ അവന് മനസ്സിലാവുള്ളൂ. കേരളത്തിന്റെ ചരിത്രം ഇംഗ്ലീഷിലല്ല പഠിപ്പിക്കേണ്ടത്, മലയാളത്തിൽ തന്നെ പഠിപ്പിക്കണം. എന്നാലേ അത് മലയാള കുട്ടിക്ക് മനസ്സിലാവുള്ളൂ, കേരളത്തിൽ ജീവിക്കുന്ന ഒരു കുട്ടിക്ക് മനസ്സിലാവുള്ളൂ. ഇന്ത്യ ചരിത്രവും അങ്ങനെ തന്നെയാണ്. ഏത് കാര്യമായാലും മാതൃഭാഷയിൽ പഠിച്ചാലാണ് വേഗം. അതെല്ലാവരുടെയും അനുഭവമാണ്. പക്ഷെ എന്നിട്ടും നമ്മളിപ്പോഴും ഇംഗ്ലീഷിന് വേണ്ടി വല്ലാതെ അധ്വാനിക്കുകയാണ്. ഇംഗ്ലീഷ് ഇല്ലെങ്കിൽ ആകെ കുഴപ്പമാണെന്നുള്ള മട്ടിലാണ്. ഇനി അഥവാ മലയാള മീഡിയത്തിൽ പഠിച്ചിട്ട് വേണ്ടതായിട്ട് ഇംഗ്ലീഷ് കൈകാര്യം ചെയ്യാൻ കഴിയില്ല എന്ന് വിചാരിക്കുക. ആവശ്യം വരുമ്പോൾ അത് 6 മാസം കൊണ്ട് പഠിക്കാനുള്ളതേ ഉള്ളൂ. ഒരു ഭാഷ, ഇംഗ്ലീഷ് പോലെയുള്ള ഒരു ഭാഷ 6 മാസം കൊണ്ട് പഠിക്കാവുന്നതേ ഉപയോഗിക്കേണ്ട ഒരു ഘട്ടം വരുമ്പോൾ. അല്ലാത്ത അതിൻ്റെ ഗൾഫിലൊക്കെ പോയ ആളുകൾ സുന്ദരമായിട്ട് ഹിന്ദി പറയുന്നത് നിങ്ങൾ കേട്ടിട്ടില്ല? അവർ ഹിന്ദി പഠിച്ചിട്ട് പോയത്. ഒരു വിദ്യാഭ്യാസം ഇല്ലാതെ ഇവിടുന്ന് പോയ ആളുകള് നല്ല മനോഹരമായിട്ട് ഹിന്ദി പറയും, നാടൻ ഭാഷയിൽ. എഴുതാൻ അവർക്ക് അറിയുമെന്ന് എനിക്കറിയില്ല. വേണമെങ്കിൽ അതും പഠിക്കാൻ പറ്റും. അപ്പൊ ഭാഷാ പഠനത്തിന് യഥാർത്ഥത്തില് അതിനുള്ള സാഹചര്യം നൽകുക, ആ ഭാഷാ സാഹചര്യത്തിൽ കുട്ടികൾ പഠിച്ചുകൊള്ളുന്നതാണ്. കുട്ടിയുടെ പങ്കാളിത്തം എന്ന് പറയുന്നത് വളരെ പ്രധാനമാണ്. അധ്യാപകന്റെ അറിവിനേക്കാൾ പ്രധാനമാണത്. കുട്ടിയെ എങ്ങനെ നമ്മൾ പങ്കാളിയാക്കും പഠനത്തിൽ, അതാണ് ചെയ്യേണ്ടത്. അത് ചെയ്യാൻ പലപ്പോഴും സാധ്യമാകുന്നില്ല നമ്മുടെ നാട്ടിലെ കുട്ടികൾ. വീട്ടിലെ അച്ഛനെങ്ങനെയാണ് പെരുമാറുന്നത്? രാത്രി കള്ളും കുടിച്ചു വന്നിട്ട് കുട്ടികളുടെ ഉപദ്രവിക്കുന്ന അമ്മയും കുട്ടികളെ അടിയെടുത്ത് തല്ലുന്ന മാഷാണോ അല്ല അച്ഛനാണോ? ആണെങ്കിൽ ആ കുട്ടിക്ക് പഠിക്കാനുള്ള സാഹചര്യം ഉണ്ടാവില്ല. ചിലപ്പോൾ വീട്ടില് ഇതേപോലെ തന്നെ മറ്റൊരുപാട് പ്രശ്നങ്ങളുണ്ടാവും. അപ്പൊ ആ പ്രശ്നങ്ങളൊക്കെ എന്താണ് എന്ന് മനസ്സിലാക്കി പരിഹരിക്കാനുള്ള ഒരു ഉത്തരവാദിത്വം അതൊക്കെ മനസ്സിലാക്കാനുള്ള മാസത്തെ ശ്രമിച്ചാൽ കുറെയൊക്കെ പരിഹരിക്കാൻ കഴിയുന്ന കാര്യങ്ങളാണ്. അങ്ങനെ കുട്ടികളെ ഒന്ന് താങ്ങിക്കൊണ്ട് കുട്ടികളെ വളർത്തിയെടുക്കാനുള്ള ശ്രമം നടത്താനാണ് നമ്മുടെ വിദ്യാഭ്യാസ പുരോഗമനപരമായ ഒരു വിദ്യാഭ്യാസത്തിലൂടെ നമ്മൾ മുമ്പ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അതിനുവേണ്ടിയുള്ള ശ്രമമാണ് കാലം മുതൽ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ കുട്ടികൾ ശോഭിക്കുന്നില്ല എന്ന ആക്ഷേപം നിങ്ങൾ പലപ്പോഴും കേട്ടിട്ടുണ്ടാവും.
ഒന്നത് ശരിയല്ല. അഖിലേന്ത്യാ തലത്തിൽ കേരളത്തിലെ കുട്ടികൾക്ക് മോശമൊന്നുമല്ല. മുമ്പ് മോശമായിരുന്നെങ്കിൽ ഇന്ന് അവർ വളരെ മെച്ചപ്പെട്ടിട്ടുണ്ട്. പക്ഷേ ചിലപ്പോൾ എഞ്ചിനീയറിംഗും മെഡിസിനും ഒക്കെ ബീഹാറിലോ രാജസ്ഥാനിലോ ഒക്കെയുള്ള കുട്ടികൾ കിട്ടുന്ന അത്ര അഡ്മിഷനൊന്നും ചിലപ്പോൾ കിട്ടുന്നുണ്ടാവില്ല. കാരണം ചോദ്യ പേപ്പർ ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നമുക്കിപ്പോൾ അറിയാം. നീറ്റ് പരീക്ഷ നടന്നത് എങ്ങനെയാണെന്ന് നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ട് പത്രങ്ങളിലൂടെ. അതിൻ്റെ ചോദ്യങ്ങൾ തോന്ന് പൈസ ഉള്ളവരുടെ കയ്യിൽ എത്തുന്നത് നിങ്ങൾ അറിഞ്ഞതാണ്. പലപ്പോഴും IAS പാസ്സാകുന്നവരെല്ലാം തന്നെ കഴിവ് വളരെയധികം കൂടുതലുണ്ടായിട്ടൊന്നും പാസ്സാകുന്നതല്ല, പലപ്പോഴും ചോദ്യങ്ങൾ ചോർന്ന് കിട്ടിയിട്ട് പാസ്സാകുന്നു. എത്രയോ കേസുകൾ രാജസ്ഥാനിലും ബീഹാറിലും ഒക്കെയാണ് വലിയ കോച്ചിങ് സെന്ററുകളുള്ളത്. നമ്മുടെ നാട്ടില് ഇപ്പോഴാണ് തിരുവനന്തപുരത്തൊക്കെ കോച്ചിങ് സെന്റർ വന്നു തുടങ്ങിയത്. അതിന് ചില ഗുണങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ അതാണ് വിദ്യാഭ്യാസത്തിന് ഏറ്റവും നല്ല കാര്യമെന്ന് നമ്മൾ പറയില്ല. കോച്ചിങ് അല്ല വിദ്യാഭ്യാസം എന്ന് പറയുന്നത്. കോച്ചിങ് എന്ന് പറയുന്നത് വളരെ കൃത്രിമമായിട്ട് 1000-2000 ചോദ്യങ്ങൾ കുട്ടികളെ കൊണ്ട് കാണാപ്പാടം പഠിപ്പിച്ചിട്ട് ആ ചോദ്യം വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് ഉത്തരം എഴുതുന്ന രീതിയാണ്. അതിന്റെ ലോകാടിസ്ഥാനത്തിലൊന്നും അല്ല. വേറെ ഏതെങ്കിലും ഒരു യൂണിവേഴ്സിറ്റി പോയി അഡ്മിഷൻ തേടി നോക്കണം നിങ്ങൾ അറിയണമെങ്കിൽ. അല്ലാണ്ട് കുട്ടികളെ തോൽപ്പിച്ചാൽ സമൂഹം മുന്നേറുമെന്ന് വിചാരിക്കേണ്ട ആവശ്യമില്ല. അങ്ങനെയാണെങ്കിൽ മുമ്പ് നമ്മൾ വളരെ ഉയർന്ന തലത്തിൽ എത്തേണ്ടതായിരുന്നു. കാരണം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എൻ്റെ കൂടെ 38 കുട്ടികൾ ചേർന്നിട്ട് 8 പേര് മാത്രം SLC പാസ്സായ ആ കാലത്ത് നമുക്ക് മികവ് നേടാൻ കഴിഞ്ഞില്ലെങ്കിൽ ഇനി എന്ത് മികവാണ് നമ്മൾ എല്ലാവരെയും പാസ്സാക്കുന്ന കാലത്ത് നേടുകയെന്നുള്ള ചോദ്യം സ്വാഭാവികമാണ്. മികവ് അങ്ങനെയൊന്നും ഉണ്ടാക്കാൻ കഴിയുന്നതല്ല. മികവ് കുട്ടികളുടെ സ്വയം ബോധ്യത്തിൽ നിന്ന് കുട്ടികൾ കാര്യങ്ങൾ മനസ്സിലാക്കി സ്വയം പഠിച്ച് മുന്നേറുമ്പോൾ മാത്രം കിട്ടുന്ന ഒരു സംഗതിയാണ്. അതെങ്ങനെ നേടിയെടുക്കാൻ കഴിയുമെന്നുള്ള ആലോചനയാണ് വേണ്ടത്. കുട്ടികളെ തോൽപ്പിച്ചിട്ട് നമുക്ക് നിലവാരം എടുക്കാൻ കഴിയില്ല. നിങ്ങൾക്ക് തന്നെ അറിയാലോ, അതിപ്പോൾ കുട്ടികളുടെ ഒരു ക്ലാസ്സിൽ 20 കുട്ടികൾ മോശക്കാരാണെന്ന് വിചാരിക്കുക, അവരെ തോൽപ്പിച്ചുകൊണ്ട് മറ്റേ 30 കുട്ടികളുടെ സ്റ്റാൻഡേർഡ് ഉയരുകയില്ലല്ലോ. നിലവാരം എങ്ങനെയാ ഉയരുക? ഈ പരിപാടിയിൽ അടുത്തതായി ജാഥ സ്വീകരണമാണ്. ഈ ഒരു വിദ്യാഭ്യാസ ജാഥയിലൂടെ കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്ത് മുന്നോട്ട് വയ്ക്കുന്ന എല്ലാ ആശയങ്ങളും വിശദമായി പ്രതിപാദിക്കുന്ന ലഘുലേഖകൾ പ്രിന്റ് ചെയ്ത് പ്രചരിപ്പിക്കുന്നുണ്ട്. ഇത്തരത്തിലുള്ള വിവിധങ്ങളായ 6 ലഘുലേഖകൾ അടങ്ങിയ ഒരു കിറ്റ് പ്രചരിപ്പിച്ചുകൊണ്ടാണ് ഈ ജാഥയ്ക്കുള്ള ജാഥാ വിഹിതവും മറ്റ് ചെലവുകളും നമ്മൾ കണ്ടെത്തുന്നത്. അതുകൊണ്ട് തന്നെ ഇവിടെ ജാഥാ സ്വീകരണത്തിന്റെ ഭാഗമായി ഏതാനും കിറ്റുകൾ വിതരണം ചെയ്തുകൊണ്ട് ജാഥയെ നമ്മൾ സ്വീകരിക്കുന്നത്. കൂടാതെ ഈ ആശയങ്ങൾ പരിഷത്തിന്റെ എല്ലാ യൂണിറ്റുകളും പ്രചരിപ്പിക്കുകയും നമ്മുടെ ആവശ്യങ്ങൾ ഉള്ള ഒരു നിവേദനം തയ്യാറാക്കി അതിൽ പൊതുജനത്തിന്റെ ഒപ്പ് ശേഖരിച്ചിട്ടുണ്ട്. ആ ഒപ്പ് അതിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടി ഇവിടെ വെച്ച് ജാഥാ ക്യാപ്റ്റന് നമ്മൾ കൈമാറുന്നതാണ്. കൂടാതെ ജാഥാ വിഹിതം നൽകിക്കൊണ്ട് ജാഥയെ നമ്മൾ സ്വീകരിക്കുന്നു. ജാഥാ വിഹിതം നൽകുന്നതിന് വേണ്ടി പരിഷത്തിന്റെ മേഖലാ സെക്രട്ടറി സദാശിവനോട് അഭ്യർത്ഥിക്കുന്നു. സദാശിവൻ പരിഷത്തിന്റെ ജാഥാംഗമായ N. ശാന്തകുമാരി ശാന്തേച്ചി പരിഷത്തിന്റെ സംസ്ഥാന സെക്രട്ടറി കൂടിയാണ്. ശാന്തകുമാരിക്ക് നൽകിക്കൊണ്ട് ജാഥാവിഹിതം നൽകുന്നതിന് സദാശിവനോട് അഭ്യർത്ഥിക്കുന്നു. ഒപ്പ് ശേഖരിച്ച ഒപ്പുകൾ ഈ ജാഥയുടെ മാനേജറായിട്ടുള്ള വിനോദ് മാഷക്ക് നൽകിക്കൊണ്ട് ജില്ലാ കമ്മിറ്റി അംഗം ഗണേശൻ നിർവഹിക്കുന്നു. ഗണേശൻ വിനോദ് മാഷക്ക് കൈമാറും. അടുത്തതായി കിറ്റ് വിതരണമാണ്. കിറ്റ് വിതരണം ചെയ്യുന്നതിന് ലിസ്റ്റ് വായിക്കുന്നതിന് വേണ്ടി മേഖലാ കമ്മിറ്റി അംഗം ശ്രീകുമാറിനോട് അഭ്യർത്ഥിക്കുകയാണ്. കിറ്റ് ഏറ്റുവാങ്ങുന്നതിന് വേണ്ടി ആദ്യമായി
ശ്രീ ചന്ദ്രൻ തിരുവല്ലത്ത് ബഹുമാനപ്പെട്ട ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനാണ് കുമാരൻ പഞ്ചായത്തിൻ്റെ. അതുകൂടാതെ അദ്ദേഹം താലൂക്ക് ലൈബ്രറി കോഴിക്കോട് താലൂക്ക് ലൈബ്രറി കൗൺസിലിൻ്റെ വൈസ് പ്രസിഡന്റ് കൂടിയാണ്. അദ്ദേഹത്തെ ഈ കിറ്റ് വാങ്ങുന്നതിന് വേണ്ടി കിറ്റ് വാങ്ങി സ്വീകരണം ക്ഷണിച്ചിരുന്നു. അടുത്തത് ശ്രീ ഒ വേലായുധൻ, വ്യാപാര വ്യവസായ സമിതിയുടെ കുന്നമംഗലം യൂണിറ്റിൻ്റെ നേതാവാണ്. വേലായുധനെ ക്ഷണിക്കുന്നു. ശ്രീ കോയ മാസ്റ്റർ, മാധ്യമപ്രവർത്തകനാണ്. കുന്നമംഗലം മാധ്യമപ്രവർത്തകനാണ് കോയ മാസ്റ്റർ. അടുത്ത കെ വിജയൻ മാസ്റ്ററാണ്. പരിഷത്തിൻ്റെ കോഴിക്കോട് ജില്ലയുടെ മുൻ സെക്രട്ടറി കൂടി, ജില്ലാ സെക്രട്ടറി കൂടിയായിട്ടുള്ള കെ വിജയൻ മാസ്റ്ററെ ടിക്കറ്റ് വാങ്ങുന്നതിന് വേണ്ടി ക്ഷണിക്കുന്നു. അത്തമംഗലം യൂണിറ്റ് സെക്രട്ടറിയാണ്. അവരെ ഈ കിറ്റ് ഏറ്റുവാങ്ങുന്നതിന് വേണ്ടി ക്ഷണിക്കുകയാണ്. മറുപടി പറഞ്ഞുകൊണ്ട് ജാഥ ക്യാപ്റ്റൻ മീരാബായ് ടീച്ചർ നമ്മോട് സംസാരിക്കുന്നതാണ്. ടീച്ചറെ സന്തോഷത്തോടെ ക്ഷണിക്കുന്നു. പ്രിയമുള്ളവരെ, കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്തിൻ്റെ കോഴിക്കോട് ജില്ലയിലെ കുന്നമംഗലം മേഖലയിലെ കുന്നമംഗലം യൂണിറ്റ് ഇവിടെ ശാസ്ത്ര സാഹിത്യ പരിഷത്തിൻ്റെ സംസ്ഥാന വിദ്യാഭ്യാസ ജാഥയ്ക്ക് നൽകിയ മികച്ച സ്വീകരണത്തിന്, ഞാൻ മികച്ച സ്വീകരണം എന്ന് തന്നെ പറയുന്നത് സമൂഹത്തിൻ്റെ എല്ലാ മേഖലയിൽ നിന്നും ഉൾപ്പെട്ട ആളുകൾ ഇവിടെ വരികയും നമ്മോട് സഹകരിക്കുകയും ചെയ്തു. കേവലമായ കിറ്റ് ഏറ്റുവാങ്ങുന്ന ഒരു പ്രതീകാത്മക പണിയല്ല, ഞങ്ങളെല്ലാം നിങ്ങളോടൊപ്പമുണ്ട് എന്ന് കൂടി വിളിച്ചു പറയുന്ന ഒന്നുകൂടിയാണത്. അതുകൊണ്ട് ജാഥയ്ക്ക് നൽകിയ ഈ സ്വീകരണത്തിന് കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്തിന് വേണ്ടി നന്ദി പറയുന്നു. ജാഥ നവംബർ 14 കാസർഗോഡ് പുതിയ ബസ് സ്റ്റാൻഡിൽ നിന്ന് ഡോക്ടർ അനിൽ ചേരാമ്പ്രം ഉദ്ഘാടനം ചെയ്തു. കാസർഗോഡ് ജില്ലയിലെ 2 ദിവസത്തെ പര്യടനം, കണ്ണൂർ ജില്ലയിലെ 2 ദിവസത്തെ പര്യടനം കഴിഞ്ഞ് ഇന്ന് കോഴിക്കോട് ജില്ലയിൽ കടന്നിരിക്കുകയാണ്. ഇത്തരത്തിലൊരു 300ഓളം കേന്ദ്രങ്ങളിൽ സ്വീകരണം ഏറ്റുവാങ്ങി ഡിസംബർ 10 മനുഷ്യാവകാശ ദിനം, ബോധപൂർവം തിരഞ്ഞെടുത്ത ദിവസമാണ്. ഡിസംബർ 10 മനുഷ്യാവകാശ ദിനത്തിന് തിരുവനന്തപുരത്ത് രക്തസാക്ഷി മണ്ഡപത്തിൽ വെച്ച് സമാപിപ്പിക്കാനാണ് നമ്മളത് ഉദ്ദേശിച്ചിരിക്കുന്നത്. അപ്പം എല്ലാ ജില്ലയിൽ കൂടെയും 2 ദിവസത്തെ പര്യടനം. ഇടുക്കി, വയനാട് ഹർത്താൽ കാരണം ഇന്നലെ അത് നടന്നില്ല. ഇടുക്കി ജില്ലയിൽ 1 ദിവസം. അങ്ങനെയാണ് നമ്മൾ മുഴുവൻ ജില്ലകളിലും കൂടിയും ജാഥ കടന്നു പോകണമെന്നാണ് ആഗ്രഹിക്കുന്നത്. ഈ ജാഥയിൽ മുന്നോട്ട് വെച്ച മുദ്രാവാക്യത്തെക്കുറിച്ച് പാപ്പുട്ടി മാഷ് വളരെ വ്യക്തമായി വിശദമായും പറഞ്ഞു. ഗുണമേന്മയുള്ള വിദ്യാഭ്യാസം കുട്ടികളുടെ അവകാശമാണ്. ഓരോ വാക്കിനും അതിൻ്റെതായ അളവ് തൂക്കിയുള്ള വാക്കുകളാണ്. ഗുണമേന്മയുള്ള വിദ്യാഭ്യാസം കുട്ടികളുടെ അവകാശമാണ്. അതിൻ്റെ കൂടെ ഒരു ചോദ്യം കൂടി പരിഷത്ത് ഉന്നയിക്കുന്നുണ്ട്. തോൽപ്പിച്ചാൽ നിലവാരം കൂടുമോ? അതാണ് ചോദിക്കുന്ന പ്രസക്തമായ ചോദ്യം. അതാണ് എങ്ങനെയാണ് ഗുണമേന്മ ഉണ്ടാക്കുക? അതിലാണ് അഭിപ്രായ വ്യത്യാസം ഉള്ളത്. പരിഷത്തിനെ സംബന്ധിച്ചിടത്തോളം തുടക്കത്തില് NCERT ടെക്സ്റ്റ് ബുക്ക് മാറിയപ്പോൾ അധ്യാപകർക്ക് പരിശീലനം കൊടുത്തുകൊണ്ട് തുടങ്ങിയ പണി ഇന്നൊരു പരിഷത്തിന് 62 വയസ്സായിട്ട് ഇന്ന് എത്തി നിൽക്കുമ്പോൾ ഓരോ സമയത്തും ഓരോ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോഴും സമൂഹത്തിൽ വിദ്യാഭ്യാസ മേഖലയിൽ ശരിയായ രീതിയിലല്ല ആശയങ്ങൾ മുന്നോട്ട് പോകുന്നത് എന്ന് കാണുമ്പോഴും ശക്തമായ പഠനത്തിൻ്റെയും ഒക്കെ പിൻബലത്തിൽ അതിൻ്റെ അടിത്തറയിൽ നല്ല രീതിയിലുള്ള പ്രതികരണം നടത്തിയിട്ടുണ്ട്. നിങ്ങൾക്കറിയാം, സ്കൂളുകൾ അനാദായകരമാണെന്ന പേരും പറഞ്ഞ് അടച്ചുപൂട്ടിയപ്പോൾ അനാദായകരം ആദായകരം എന്നിങ്ങനെ സ്കൂളുകളെ തരംതിരിക്കാൻ പറ്റൂല. എന്തിനാ സ്കൂളുകൾ? മുഴുവൻ കുട്ടികൾക്കും സ്കൂളിൽ വന്ന് പഠിക്കുന്നതിനുള്ള സാമൂഹ്യ സാഹചര്യം ഉണ്ടാവണം. അത് കേരളത്തിൻ്റെ ഒരു മേന്മയാണ്. സാമൂഹിക നീതിയിൽ അധിഷ്ഠിതമായ, അവസര സമത്വത്തിൽ അധിഷ്ഠിതമായ ഒരു വിദ്യാഭ്യാസം ഇവിടെ ഉറപ്പാക്കാൻ കഴിഞ്ഞു എന്നത് കേരളത്തിലെ ഒരു സംസ്ഥാനത്തിനും അവകാശപ്പെടാൻ കഴിയാത്ത തരത്തിൽ കേരളത്തിനത് അവകാശപ്പെടാൻ കഴിയും. അപ്പം അനാദായകരമായ സ്കൂൾ അടച്ചുകൂടിയപ്പോൾ ഉണ്ടായിട്ടുള്ള പ്രശ്നങ്ങൾ, വിദ്യാലയത്തിനകത്ത് തന്നെ നിരക്ഷരതയുണ്ട് എന്ന് തിരിച്ചറിയുകയും പലവിധ ബദൽ മാർഗങ്ങളിലൂടെ വളരെ പെട്ടെന്ന് തന്നെ ഈ നിരക്ഷരതയെ ഇല്ലാതാക്കാനുള്ള കളികളിലൂടെയും പാട്ടുകളിലൂടെയൊക്കെ പ്രവർത്തനങ്ങൾ ആവിഷ്കരിച്ച് അതില്ലായ്മ ചെയ്ത പ്രവർത്തനം, ഒരു വിദ്യാഭ്യാസ കമ്മീഷനെ തന്നെ വെച്ചുകൊണ്ട് ഓരോ മേഖലയിലും എന്തെന്ത് പ്രശ്നങ്ങളുണ്ട് അതിനെ പരിഹരിക്കാനും വിദ്യാഭ്യാസ മേഖല നല്ല രീതിയിൽ മുന്നോട്ട് പോകാനും കഴിയുന്ന തരത്തിൽ നിർദ്ദേശങ്ങൾ വെച്ചുകൊണ്ടുള്ള അശോക് മിത്ര കമ്മീഷൻ റിപ്പോർട്ട്. ഞാൻ അതിൻ്റെ വിശദാംശങ്ങളിലേക്കൊന്നും പോകുന്നില്ല. അങ്ങനെ 30% മാർക്ക് വാങ്ങിയാൽ മാത്രമേ
വിജയിയായി കണക്കാക്കുള്ളൂ എന്ന് പറഞ്ഞപ്പോൾ ആ തീരുമാനം തീർച്ചയായും അശാസ്ത്രീയമാണ്. അങ്ങനെയുള്ള തീരുമാനം എടുക്കാൻ പാടില്ല എന്ന് പറഞ്ഞ പരിഷത്ത് പത്രപ്രസ്താവന കൊടുത്തു. വീണ്ടും മുഖ്യമന്ത്രിയെയും വിദ്യാഭ്യാസ മന്ത്രിയെയും SCRT ഡയറക്ടറെയൊക്കെ കണ്ട് നേരിട്ട് നമുക്ക് പറയാനുള്ള കാര്യങ്ങൾ എഴുതി തയ്യാറാക്കി കൊടുത്തു. അതുമാർക്കും എനിക്കടക്കം നമ്മുടെ ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാവർക്കും പിന്നെ തോൽക്കാണ്ട് എങ്ങനെ ഗുണനിലവാരം കൂടുക എന്ന ചിന്ത തന്നെയാണ് ഉള്ളിലുണ്ടാവുക. നിരവധി തവണ പഠിക്കുകയും കാണുകയും അനുഭവിക്കുകയൊക്കെ ചെയ്യുമ്പോഴാണ് ഈ പറയുന്നതിൽ എന്തോ ഒരു പ്രശ്നമുണ്ടല്ലോ എന്ന ഒരു തോന്നലുണ്ടാവുക. വീണ്ടും കേരളത്തിലേക്ക് വരുന്നതിന് മുമ്പ് നമ്മളൊരു കാര്യം ഓർക്കേണ്ടതുണ്ട്. ദേശീയ വിദ്യാഭ്യാസ നയം 2020 വളരെ ത്വരിതഗതിയിലാണ് കേന്ദ്ര സർക്കാർ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത്. വിദ്യാഭ്യാസ മേഖലയിൽ തികച്ചും ഒരു പിറകോട്ടടി ഉണ്ടാകുന്ന തരത്തിൽ വർഗീയവൽക്കരിക്കപ്പെടുന്നു, അതിനെ സ്വകാര്യ സ്വത്താക്കി മാറ്റപ്പെടുന്നു. ഒരൊറ്റ പാഠപുസ്തകത്തിലേക്കും ഒരൊറ്റ പരീക്ഷയിലേക്കും കേന്ദ്രീകരിക്കുന്ന എല്ലാം രാജ്യത്തെ എങ്ങനെയാണോ എല്ലാ മേഖലയിലും ഒരു ഏകദാന സ്വഭാവത്തിലേക്ക് രാജ്യത്തെ കൊണ്ടുവരാൻ ശ്രമിക്കുന്നത്, അത് തന്നെയാണ് വിദ്യാഭ്യാസ മേഖലയിലും കേന്ദ്ര സർക്കാർ നടത്തുന്നത്. നേരത്തെ പറഞ്ഞു, നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി 3-ാം ക്ലാസ്സിലും 5-ാം ക്ലാസ്സിലും 8-ാം ക്ലാസ്സിലൊക്കെ തന്നെ പൊതുപരീക്ഷ കൊണ്ടുവരാനുള്ള തത്രപ്പാടിലാണ്. പ്രധാനമന്ത്രിയുടെ 2 സ്കൂൾ എന്ന PMC സ്കൂളായിട്ട് സെലക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ സ്കൂളുകൾ ഇവിടെ അതിനകത്ത് ഒപ്പിടാൻ നമ്മൾ തയ്യാറല്ലെങ്കിൽ നമ്മുടെ SSKക്ക് കിട്ടുന്ന ഗ്രാൻഡോ അല്ലെങ്കിൽ പ്രീ പ്രൈമറി രംഗത്തേക്കൊക്കെ കിട്ടുന്ന പല ഗ്രാൻഡുകളും തരില്ല എന്ന് പറയുന്ന ഒരു അവസ്ഥയിൽ, അതായത് അധിക നാൾ നമുക്ക് പിടിച്ചു നിൽക്കാൻ പറ്റില്ല, അടിയറവ് പറയേണ്ടി വരും. ഇങ്ങനെയുള്ള ഒരു പ്രതികൂല കാലാവസ്ഥയിൽ നിൽക്കുമ്പോഴാണ് കേരളം പോലുള്ള ഒരു സംസ്ഥാനത്ത് ഇങ്ങനെയുള്ള അശാസ്ത്രീയമായ ഒരു തീരുമാനം വരുന്നത്. അതിലുള്ള സങ്കടം എന്ന് പറഞ്ഞാൽ നമ്മൾ എത്രയോ മുമ്പാണ് സാർവത്രിക വിദ്യാഭ്യാസം ഇവിടെ സാധ്യമാക്കിയത്. റൈറ്റ് ടു എഡ്യൂക്കേഷൻ വന്നത് 2009-ലല്ലേ? നോ ഡീറ്റൻഷൻ പോളിസി വന്നത് 2009-ലാണ്. അതിന് എത്രയോ മുമ്പ് തന്നെ സാമൂഹ്യ നീതിയിൽ അധിഷ്ഠിതമായ സാർവത്രിക വിദ്യാഭ്യാസം ഉണ്ടാക്കാനുള്ള പണി സ്കൂൾ പ്രായത്തിലുള്ള ഏതൊരു കുട്ടിക്കും വന്നു ചേരാനുള്ള ഒരു സ്കൂൾ കൂടി ഉണ്ട്. ഒരു സ്കൂൾ ഇല്ല എന്ന പേരിൽ ഒരു കുട്ടിക്കും സ്കൂളിൽ പ്രവേശനം നിഷേധിക്കുന്നില്ല. പലതരത്തിലുള്ള ആനുകൂല്യങ്ങൾ കൊടുത്തുകൊണ്ട് പ്രഭാതഭക്ഷണമായാലും ഉച്ചഭക്ഷണമായാലും യൂണിഫോം ആയാലും പാഠപുസ്തകങ്ങളായാലും ഒക്കെ കൊടുത്തുകൊണ്ട് സ്കൂളിൽ പ്രവേശനം തരുന്ന ഓരോ കുട്ടിയെയും സ്കൂളിൽ നിലനിർത്തുന്ന ഒരു സാഹചര്യം ഇവിടെ ഉണ്ട്. കൊഴിഞ്ഞുപോക്കില്ല. ഇവിടെ മുഴുവൻ കുട്ടികളെയും നിലനിർത്തുന്ന സാഹചര്യമുണ്ട്. അതായിരുന്നു നമ്മുടെ അന്നത്തെ ഗുണമേന്മ. മുഴുവൻ കുട്ടികളെയും വിദ്യാലയത്തിൽ എത്തിച്ചു കൊഴിഞ്ഞുപോക്കില്ലാതെ അവരെ നിലനിർത്താൻ കഴിഞ്ഞു. അതൊരു ഗുണമേന്മയുടെ ആദ്യത്തെ സൂചകമാണ്. തത്സമയ സപ്പോർട്ടാണ് കൊടുക്കുന്നത്. ഓരോ ഘട്ടത്തിലും കൊടുക്കേണ്ട കൈത്താന്ന് അപ്പം തന്നെ കൊടുക്കുകയാണെങ്കിൽ ഒരു കുട്ടി പുറകോട്ട് പോവില്ല. ഇതൊന്നിലും 2-ലും 3-ലും 4-ലും ഒക്കെ നടക്കണം. 8-ാം ക്ലാസ്സിൽ എത്തിയിട്ട് കുട്ടി അക്ഷരം പഠിച്ചില്ല എന്ന് പറഞ്ഞാൽ കുട്ടിയാണോ? കുട്ടിയുടെ മുന്നിൽ അത്ര ദിവസം നിന്ന അധ്യാപകനും അധ്യാപികയും സംവിധാനമാണ്. ഇതാണ് പ്രധാന ചോദ്യം. 8 കൊല്ലമായി ഞാനൊരു ക്ലാസ് മുറിയിൽ ഇരിക്കുന്നു. 8ാമത്തെ അവസാനത്തിലാണ് പറയുന്നത്, നിങ്ങൾക്ക് എഴുത്ത് പരീക്ഷയിൽ 30% മാർക്കില്ല, അതുകൊണ്ട് നിനക്ക് കിട്ടിയ വിദ്യാഭ്യാസത്തിന് ഗുണമില്ല എന്നും അതുകൊണ്ട് നീ അടുത്ത ക്ലാസ്സിലേക്ക് പ്രൊമോട്ട് ചെയ്യപ്പെടാൻ അർഹതയുള്ളവർ അല്ല എന്ന് പറയുന്നതിൽ എന്ത് നീതിയാണുള്ളത്? മറിച്ച് സമയാസമയങ്ങളിൽ കൊടുക്കേണ്ട പിന്തുണ കൊടുത്തുകൊണ്ട് പറ്റിയില്ലെങ്കിലെ സ്കൂൾ റിസോഴ്സ് ഗ്രൂപ്പ് ഉണ്ട്, അല്ലെങ്കിൽ നിരവധി സംവിധാനങ്ങളുണ്ട്. PTA ഉണ്ട്, പൂർവ്വ വിദ്യാർത്ഥികളുടെ യൂണിയനുകളുണ്ട്, കൂട്ടായ്മയുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ഗ്രന്ഥശാലകളുമായി ബന്ധപ്പെട്ട് എത്രയെത്ര സംവിധാനങ്ങളാണ് നമ്മളെ സഹായിക്കാനായിട്ട് കേരളത്തിലുള്ളത്. നീതി ആയോഗിന്റെ 3 കൊല്ലത്തെ റിപ്പോർട്ടിൽ 1-ാം സ്ഥാനത്തുള്ള സംസ്ഥാന കേരളം. പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞത്തിലൂടെ എന്തൊക്കെ ഭൗതിക ശേഷികൾ നേടാൻ പറ്റും അത് മുഴുവൻ നേടിയതാണ്. ഹൈടെക് ക്ലാസ് മുറികളും സ്മാർട്ട് സ്കൂൾ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ എത്രയോ മുന്നേറ്റങ്ങൾ നടത്തിയിട്ടുള്ളതാണ്. എന്തുകൊണ്ട് അതിന് അക്കാദമിക കാര്യങ്ങളുമായി കണ്ടു ചേർക്കാൻ നമുക്ക് കഴിയുന്നില്ല? അതാണ് നമ്മൾ ഉയർത്തുന്ന ചോദ്യം. നിരന്തര വിലയിരുത്തൽ കുറ്റമറ്റതാക്കി ശാസ്ത്രീയമായി നടപ്പിലാക്കുകയാണെങ്കിൽ കുട്ടികൾ വേണ്ട വിധത്തിൽ എത്തേണ്ടിടത്ത് എത്തും. അത് കൊടുക്കുമ്പോൾ കണക്ക് സാമൂഹ്യ സയൻസും മാത്രം അറിഞ്ഞാൽ പോരാ, കുട്ടിയെ കൂടി അറിയേണ്ടതുണ്ട്. കുട്ടിയെ അറിയുക എന്ന് പറയുന്ന പുതിയ പാഠ്യപദ്ധതിയുടെ വലിയ ഒരു സവിശേഷതയാണ്. എപ്പോഴും ഞങ്ങൾ BEd പഠിക്കുമ്പോൾ പറയും, ജോണിനെ കണക്ക് പഠിപ്പിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ കണക്കിലെ PhD ബിരുദം കൊണ്ട് ഒന്നും നേടാനില്ല. പകരം എന്താ വേണ്ടത്? ആദ്യം
എന്താ വേണ്ടത്? ടോം എന്ന കുട്ടീനെ അറിയണം. അവൻ എവിടെ നിന്നാണ് വരുന്നത്, അവന്റെ സാമൂഹിക സാമ്പത്തിക സാഹചര്യം എന്താണ്, അവന്റെ ഭാഷ എന്താണ്, അവന്റെ വീട്ടിലെ അവസ്ഥ എന്താണ്. ഇതറിയാതെ നിങ്ങളുടെ ഗണിതത്തിലുള്ള അവഗാഹം ഒരിക്കലും അവിടെ നടപ്പാവുകയില്ല എന്ന തോന്നൽ ഞാൻ എന്ന അധ്യാപികയ്ക്ക് ഉണ്ടാവേണ്ടതുണ്ട്. അതുകൊണ്ടാണ് മുമ്പ് മുൻ വിദ്യാഭ്യാസ മന്ത്രി എം.എ. ബേബിയുടെ കാലത്ത് 33% താഴെ റിസൾട്ട് കിട്ടിയ 104 വിദ്യാലയങ്ങളിൽ പരീക്ഷണാടിസ്ഥാനത്തിൽ ഒരു പ്രവർത്തനം ചെയ്തു. എന്താ ചെയ്തത്? എന്താ ഇവിടെ റിസൾട്ട് ഇത്ര കുറയാൻ കാരണം? ഒറ്റ കുട്ടി ജയിക്കാത്തത് എന്താണ്? ചില വിദ്യാലയം ഒരു കുട്ടി ജയിക്കുന്നു, 2 കുട്ടി ജയിക്കുന്നു. എല്ലാ സ്കൂളുകളിൽ 100% കിട്ടുമ്പോൾ നമ്മുടെ കേരളത്തില് 104 സ്കൂളുകളിൽ മാത്രം എന്താ ഇങ്ങനെ സംഭവിക്കുന്നത് എന്നതിന്റെ ഒരു അന്വേഷണം നടത്തിയിട്ട് എല്ലാവരും കൂടിയിട്ടാട്ടോ, ഭരിക്കുന്നവരോ വിദ്യാഭ്യാസ വകുപ്പ് മാത്രമല്ല മുഴുവൻ ആളുകളും അവിടെയുള്ള ആളുകളൊക്കെ തന്നെ കൂട്ടായ്മയോടുകൂടി കച്ച കെട്ടിയിറങ്ങി ആദ്യം പോയത് കുട്ടികളുടെ വീട്ടിലേക്ക് പോയി അവരുടെ സാഹചര്യം വിലയിരുത്തുക ചെയ്തത്. വീട്ടിൽ ചെന്നപ്പോൾ കറണ്ട് ഇല്ല, ഇരുന്ന് പഠിക്കാനൊരു സ്ഥലവും ഇല്ല, കാലത്ത് ഭക്ഷണമില്ല, വൈകുന്നേരം ഭക്ഷണമില്ല. അച്ഛൻ കണ്ണുടിച്ചു വന്ന് കുട്ടിയെ തല്ലിക്കൊണ്ടിരിക്കുക, അല്ലെങ്കിൽ അമ്മയെ തല്ലിക്കൊണ്ടിരിക്കുകയാണ്. അച്ഛനമ്മയും വടക്കായി 2 വീട്ടിലാണ്. ഇങ്ങനെയുള്ള സാഹചര്യത്തിൽ വന്നിട്ടാണ് ഈ ക്ലാസ്സിൽ പഠിക്കാൻ വരുന്നത്. അപ്പൊ ടീച്ചർ പറയുന്നത് കേൾക്കുകയാണോ വേണ്ടത്? എന്റെ മനസ്സിലെ സമ്മർദ്ദം ഞാനൊന്ന് ഇറക്കി വെക്കുകയാണ് വേണ്ടത്. എന്താണ് കുട്ടിയുടെ മനസ്സിലുണ്ടാകുന്ന ആ സമയത്ത് ഒരു ചിന്ത, ഇത് മനസ്സിലാക്കിയിട്ട് പഠനം മുന്നോട്ട് കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ കുട്ടിയെ കൂടി അറിയേണ്ടതുണ്ട് എന്ന ചിന്തയിലാണ് അവിടെ ഇടപെടൽ നടത്തി ആവശ്യമായ കൗൺസിലിംഗ് കൊടുത്തു, പഠനോപകരണങ്ങൾ കൊടുത്തു, പിന്നെ ഇലക്ട്രിസിറ്റി ഇല്ലാത്ത വീടുകളിലൊക്കെ തന്നെ അക്കൊല്ലം തന്നെ വളരെ കുറഞ്ഞ സമയം കൊണ്ട് തന്നെ സർക്കാർ ഇടപെട്ടിട്ട് എന്ത് ചെയ്തു? കറണ്ടൊക്കെ കൊടുത്തു. അങ്ങനെ വേണ്ട എല്ലാ കാര്യങ്ങളും ചെയ്ത് പഠിപ്പിക്കാനുള്ള പാഠഭാഗങ്ങൾ ഒന്നുകൂടി ലളിതമാക്കി അതിനുവേണ്ടി പ്രത്യേക ഒരു പുസ്തകമൊക്കെ തയ്യാറാക്കി കുട്ടികളെ നമ്മൾ തയ്യാറാക്കിയപ്പോൾ റിസൾട്ടൊക്കെ പെട്ടെന്നാ മാറി മറിഞ്ഞ്. വിദ്യാഭ്യാസം എന്നും മുന്നോട്ട് വെക്കുന്ന വിമോചന കാഴ്ചപ്പാട്, വേണ്ടത് വേണ്ടപ്പോൾ ചെയ്യാനുള്ള ശേഷി, ഒരു പ്രശ്ന പരിഹരണ ശേഷി, ഒരു പ്രശ്നം വരുമ്പോൾ ഒരു കാര്യത്തെ വിശകലനം ചെയ്ത് യുക്തിസഹമായി ശരിയായ തീരുമാനത്തിൽ എത്താനുള്ള കഴിവ് വിദ്യാഭ്യാസം കൊണ്ട് കിട്ടുന്നത് മാർക്ക് കിട്ടൽ മാത്രമല്ല. എന്തുകൊണ്ടാണ് ദിവസേന ആത്മഹത്യകൾ? ഒന്നിങ്ങനെ സ്ക്രോൾ ചെയ്താൽ മതി. നിങ്ങൾ എത്ര കുട്ടികളാണ് മിനിയാന്ന് പോലും ഡിഗ്രിക്ക് പഠിക്കുന്ന ഒരു കുട്ടി തോൽക്കുമെന്നുള്ള പേടിയിൽ, വേറൊരു കുട്ടി ഉണ്ടായിരുന്നു, തോൽക്കുമെന്ന് പറഞ്ഞ് അവൾക്ക് പ്ലസ് എന്തോട്ടായിരുന്നു റിസൾട്ട് വന്നപ്പോൾ തോൽക്കുന്നു. എന്തുകൊണ്ടാണ് കുട്ടികൾക്ക് ഇങ്ങനെ ഭീതി മനസ്സിൽ വരുന്നത്? എവിടെ പോകുന്നു നമ്മളുടെ കുട്ടികളുടെ ആത്മവിശ്വാസം? പാപ്പത്തി മാഷ് പറഞ്ഞില്ലേ, ഒരു ഇന്റർവ്യൂവിൽ ഹാജരാകണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫസ്റ്റ് റാങ്ക് കൊണ്ട് ചെന്നിട്ടുണ്ടെങ്കിൽ അവിടെ ഒരു ജോലിയും കിട്ടില്ല. ചോദിക്കുന്ന ചോദ്യങ്ങൾ കൃത്യമായി ഉത്തരം പറയണം. കൂട്ടായ്മയുടെ ഒരു ടീം സ്പിരിറ്റ്, ടീമായിട്ടാണ് ഇന്നത്തെ പണികളൊക്കെ കൂടുതൽ ചെയ്യുന്നത്. ആ ടീമായിട്ട് ജോലി ചെയ്യാനുള്ള ശേഷി എവിടെ നിന്നാണ് ഉണ്ടാവുക? അതിനാണ് ക്ലാസ് മുറിയിൽ സഹകരണാത്മക പഠനത്തെക്കുറിച്ചും സംവാദാത്മക പഠനത്തെക്കുറിച്ചൊക്കെ തന്നെ പറയുന്നത്. ഇതൊക്കെ ക്ലാസ് മുറിയിൽ നടപ്പാക്കാതെ ഇതിന്റെ മുഴുവൻ ഉത്തരവാദിത്വം കുട്ടികളുടെ തലയിൽ കെട്ടിവെക്കുന്നത് ശരിയല്ല. സംവിധാനം ചെയ്യേണ്ടത് സംവിധാനം ചെയ്യണം. റിസൾട്ട് അനലൈസ് ചെയ്തപ്പോൾ 2024 മാർച്ചിലെ SSLC റിസൾട്ട് വിശകലനം ചെയ്തപ്പോൾ ഇപ്പോഴത്തെ 30% മാർക്ക് കിട്ടാത്ത കുട്ടികൾ എന്ന് പറയുന്നത് പൊതുപരീക്ഷയിൽ C+ഉം Dയും D+ഉം Cയും അല്ലെ, D+ഉം Cയും കിട്ടാത്ത കുട്ടികൾക്ക് 30% മാർക്ക് ഉണ്ടാവില്ല. നോക്കുമ്പോൾ ഇത് നോക്കിയപ്പോഴാണ് മറ്റൊരു തിരിച്ചറിവുണ്ടായത്. D+ഉം Cയും കിട്ടാതെ പുറത്തു പോകുന്ന കുട്ടികളിൽ 62% പട്ടിക വർഗത്തിൽപ്പെട്ടവരും 45% പട്ടിക ജാതിയിൽപ്പെട്ടവരും. ആലോചിച്ച് നോക്കുക, C+ഉം Dയും കിട്ടാതെ വിദ്യാഭ്യാസ വ്യവസ്ഥയിൽ നിന്ന് പുറന്തള്ളപ്പെട്ടു പോകുന്ന കുട്ടികൾ ആരാണെന്ന് റിസൾട്ട് നോക്കി ഡാറ്റ വെച്ച് നോക്കിയപ്പോഴാണ് പട്ടികവർഗത്തിൽപ്പെട്ട 63% കുട്ടികളും പട്ടിക ജാതിയിൽപ്പെട്ട 43% കുട്ടികളും. താഴെ പോകുമ്പോഴേക്കും ജാതി തിരിച്ച് ജാതി പറയല്ല. എന്തിനാണ് അവിടെ ഇത് പറഞ്ഞത്? ആരും സഹായത്തിനില്ലാത്ത കുട്ടികളാണ് ഇവര്. പോരായ്മ ഉണ്ട് എന്ന് വെച്ച് 20 മാർക്ക് വെറുതെ ഇട്ടുകൊടുക്കുന്നല്ല പറയാം. നിരന്തര മൂല്യനിർണ്ണയത്തെ കുറിച്ച് വിദ്യാഭ്യാസ വകുപ്പ് ഒന്നും വേണ്ടിയിട്ടില്ലല്ലോ. അവിടെ 30% മാർക്ക് വേണമെന്ന് പറയുമ്പോൾ ഇവിടെ എന്താ വേണ്ടത്? നന്നായി നടക്കുന്നത് പിന്നീട് 8 നിർദ്ദേശങ്ങൾ പറഞ്ഞപ്പോൾ പറഞ്ഞു. അല്ലാതെ അതിനെക്കുറിച്ച് ഒരു അക്ഷരം മിണ്ടുന്നില്ല. കുറ്റമറ്റ രീതിയിലാണ് നടക്കുന്നത്. നമ്മൾ പരിശുദ്ധം പറയൂല. കാരണം എല്ലാവർക്കും ഏകദേശം 20 മാർക്ക് ഇട്ട് കൊടുക്കുന്ന അവസ്ഥയാണുള്ളത്. തുടക്കത്തിൽ ഇങ്ങനെ ആയിരുന്നില്ല. അവർ ചെയ്യുന്ന അവരുടെ ഉൽപ്പന്നങ്ങൾ നോക്കി, പോർട്ട്ഫോളിയോ നടത്തി, മറ്റ് അവരുടെ ഓരോ നോട്ട്ബുക്ക് നോക്കി, സെമിനാറിന്റെ പ്രോഡക്റ്റ് നോക്കി, ഓരോന്ന് നോക്കിയിട്ട് ഓൺസൈറ്റ് സപ്പോർട്ടിന് ടീം സ്കൂളിലേക്ക് വന്ന് സപ്പോർട്ട് ചെയ്തിട്ട് അന്ന് മാർക്ക്
കൊടുത്തിരുന്നു. 1-2 കല്ലത് നേരാൻ വെള്ളം പോയപ്പോൾ ആരതിലൊക്കെ വെള്ളം ചേർത്ത്? നമ്മളോട് ആരെങ്കിലും പറഞ്ഞു അതിനകത്ത് വെള്ളം ചേർത്ത്? നമ്മൾ സ്വയം വെള്ളം ചേർത്ത് കുട്ടിക്ക് 20 മാർക്ക് ഇട്ടുകൊടുത്താൽ കുട്ടിയാണോ? കുട്ടി പറഞ്ഞാ ഞാൻ എന്തെങ്കിലും ചെയ്യും എനിക്ക് 20 മാർക്ക് തന്നില്ലെങ്കിൽ എന്ന് ഒരു കുട്ടിയും പറഞ്ഞിട്ടില്ലല്ലോ. നമ്മൾ ഇട്ട് കൊടുത്ത് കുട്ടിയുടെ കുറ്റം കൊണ്ടാണോ? അപ്പൊ അത് ശാസ്ത്രീയമായി നടക്കണം. അത് നടക്കുന്നുണ്ടോ എന്നറിയാൻ വേണ്ടി നല്ല മോണിറ്ററിങ് നടക്കണം. ഇവിടെ നിരവധി സംവിധാനമുണ്ട്. ഹെഡ് മാസ്റ്റർ ഉണ്ട്, AEO ഉണ്ട്, DEO ഉണ്ട്, CRT ഉണ്ട്, നിരവധി സംവിധാനങ്ങളുണ്ട്. അവരൊക്കെ ഇടപെട്ട് ഈ കാര്യങ്ങളൊക്കെ നേരാവണ്ണം നടക്കുന്നില്ലേ എന്ന് ഉറപ്പുവരുത്താനുള്ള ബാധ്യത സംവിധാനത്തിനുണ്ട്. മാത്രമല്ല ഇതൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും വിനിമയം ചെയ്യണമെന്നുണ്ടെങ്കിൽ സമയം വേണ്ടേ? പാഠ്യപദ്ധതിയിലെ ദേശീയ പാഠ്യപദ്ധതി ചട്ടക്കൂടിലൊക്കെ പറയുന്നത് എത്രയാണ്? 220 ദിവസം വേണമെന്നാണ് പറയുന്നത്. 200 ദിവസം, 220 ദിവസം. ഇത് വിവരാവകാശം ഞാൻ ഇവിടെ ഞങ്ങളുടെ എൻ്റെ ഉപജില്ലയിലെ ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസറായിട്ട് വിവരാവകാശം എടുത്തു. പരീക്ഷയുടെ ദിനം കൂടി പഠിപ്പിക്കുന്ന ദിവസമായിട്ടാണ് കണക്കാക്കുക കേട്ടോ. അതടക്കം 168 പരീക്ഷ ഒഴിവാക്കിയിട്ടുള്ള കണക്കാണ് മാഷ് പറഞ്ഞത്. 98 അവിടെ അല്ലേ? അവര് വിവരാവകാശം വലിയ സ്കൂളിൽ വിവരാവകാശം ഒരു പേരന്റിനെ കൊണ്ട് ചോദിപ്പിച്ച് എൻ്റെ കയ്യിൽ രേഖകൾ ഇരിക്കുന്നുണ്ട്. 220 ദിവസത്തിന് പകരം കിട്ടുന്നത് 168 ദിവസമാണ് കിട്ടുന്നത്. 220 ദിവസത്തിന് തയ്യാറാക്കിയ ഒരു പാഠപുസ്തകം എങ്ങനെയാണ് 120 ദിവസം കൊണ്ട് നമുക്ക്, അല്ലെങ്കിൽ 168 ദിവസം കൊണ്ട് നമുക്ക് വിനിമയം ചെയ്യാൻ പറ്റുക? പറയുന്നതിന് യുക്തി വേണ്ടേ? എന്നിട്ടും പിന്നെ കുട്ടിയുടെ കുറ്റാണെന്ന് പറഞ്ഞു നടന്നിട്ടുണ്ടെങ്കിൽ എങ്ങനെയാ അത് ശരിയാവുക? വിനിമയം ചെയ്യാനുള്ള സമയം കിട്ടണം. അപ്പൊ സദ്യായ ദിനങ്ങൾ ഉറപ്പാക്കേണ്ടതുണ്ട്. മറ്റൊന്ന്, പ്രാദേശിക സർക്കാരുകൾക്ക് ഭരണഘടനാ ഭേദഗതി വഴി മാറ്റി കിട്ടിയ ഉത്തരവാദിത്തങ്ങൾ ശരിയായി നടപ്പിലാക്കി പഞ്ചായത്ത് എഡ്യൂക്കേഷൻ കമ്മിറ്റികളും മുനിസിപ്പൽ എഡ്യൂക്കേഷൻ കമ്മിറ്റികളൊക്കെ നന്നായി പ്രവർത്തിച്ച് വിദ്യാഭ്യാസത്തിൽ നല്ല ഇടപെടൽ നടത്താനായി കഴിയണം. അവസാനമായിട്ട് ഓരോ കുട്ടിയെയും എത്താവുന്നതിന്റെ പരമാവധി എത്തിക്കണം. വീണ്ടും പറയുന്നു, ഓരോ കുട്ടിക്കും എത്താവുന്ന കഴിവ്. എനിക്ക് മലയാളത്തിൽ കിട്ടാവുന്ന ഒരു എന്താ പറയുന്നത്, ഒരു ഇതല്ല, ഒരു ഉന്നതിയല്ല എനിക്ക് ഒരു പക്ഷെ കണക്കിന് എൻ്റെ ഇഷ്ടാനിഷ്ടങ്ങൾക്കനുസരിച്ച് എനിക്ക് കിട്ടുന്ന ആ ഗ്രേഡിനും വ്യത്യാസം ഉണ്ടാവും. നിങ്ങളെന്നെ തങ്ങി നിങ്ങളെല്ലാവർക്കും A+ കിട്ടണമെന്ന് പറഞ്ഞ് മാനസിക സമ്മർദ്ദം ഉണ്ടാക്കിയിട്ട് എന്താ കാര്യം? കേരളത്തിലെ കുട്ടികളെ പോലെ മാനസിക സമ്മർദ്ദം അനുഭവിക്കുന്ന ഒരു കുട്ടികളും ഒരു നാട്ടിലും ഇല്ല എന്നാണ് ഇവിടെ പുറമേ നിന്ന് വന്ന് പഠിക്കാനായിട്ട് കാര്യങ്ങൾ പഠിക്കാനായിട്ട് വന്നവർ പറഞ്ഞൊരു അഭിപ്രായമാണത്. അപ്പോൾ ഓരോ കുട്ടിക്കും അവരവർക്ക് എത്താൻ കഴിയുന്ന ഏറ്റവും ഉയർന്ന നിലവാരത്തിലേക്ക് കുട്ടിയെ ഉയർത്താനുള്ള ബാധ്യത അവിടെ മുന്നിൽ നിൽക്കുന്ന അധ്യാപകർക്കും സംവിധാനത്തിനുമുണ്ട്. ആ പടി സംവിധാനം നിറവേറ്റിയേ തീരൂ. ഇത്തരം കാര്യങ്ങൾ മുന്നോട്ട് വെച്ചുകൊണ്ടാണ് നമ്മൾ ഈ ജാഥ നടത്തിക്കൊണ്ടിരിക്കുന്നത്. പാമ്പുട്ടീനെ കോഴിക്കോട് വന്ന് ഞാൻ പരിചയപ്പെടുത്തുകയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതില്ല. ഇവിടെ നിൽക്കുന്ന വേറെ കുറെ ആളുകളുണ്ട്. മാഷ് എഴുത്തുകാരനാണ്, ജ്യോതിശാസ്ത്ര മേഖലയുടെ ഒരു ഉസ്താദാണ്, പിന്നെ എന്താ പറയുന്നത് അറിഞ്ഞൂടാ, പരിഷത്തിന്റെ പ്രസിഡന്റാണ്. അങ്ങനെ പലതരം വിശേഷങ്ങൾക്കും ഇണങ്ങുന്ന ആളാണ്. മറ്റത് നമ്മുടെ സംസ്ഥാന സെക്രട്ടറിയാണ് N. ശാന്തകുമാരി, കോഴിക്കോട് ജില്ലക്കാരിയാണ്. ഇത് ഡോക്ടർ M. V. ഗംഗാധരൻ, കാസർഗോഡ് ജില്ലയാണ്, ഡയറ്റിൽ നിന്ന് റിട്ടയർ ചെയ്ത അധ്യാപകരാണ്. അദ്ദേഹമാണ് ശാസ്ത്ര സാഹിത്യ പരിഷത്തിന്റെ വിദ്യാഭ്യാസ വിഷയ സമിതിയുടെ കൺവീനർ. ഇത് ഡോക്ടർ രമേശൻ SCRT-യിൽ നിന്നാണ് റിട്ടയർ ചെയ്തത്. അതിനുമപ്പുറം ഗോത്രവർഗങ്ങളുടെ ആദിവാസി മേഖലയിൽ ഒരുപാട് പഠനങ്ങൾ നടത്തി അവരുടെ ഇടയിൽ പോയി നിരവധി കാര്യങ്ങൾ ചെയ്ത് അതിൻ്റെ അനുഭവവുമായി വന്നിരിക്കുന്ന ആളാണ് പിന്നെ ഡോക്ടർ രമേശൻ. പിന്നെ ഞങ്ങളോടൊപ്പം വിനോദ് ഉണ്ട്, ഇവിടത്തെ തന്നെ മുൻ ജില്ലാ സെക്രട്ടറിയാണ്. ഞങ്ങളുടെ 2 സാരഥികൾ ബസ്സിൻ്റെ ഉള്ളിലുണ്ട്, വിജീഷും രഞ്ജിത്തും, രണ്ടുപേരും അവരെവിടേക്കുമാണ് പോയിരിക്കുന്നത്. ഞാൻ പരിഷത്തിന്റെ പ്രസിഡന്റ്, ജാഥ ക്യാപ്റ്റനാണ്. നന്ദി. ഈ സ്വീകരണ പരിപാടി അതിന്റെ അവസാന ഘട്ടത്തിലേക്ക് കടക്കുകയാണ്. ഔപചാരികമായ നന്ദി പ്രകാശനത്തിന് വേണ്ടി മേഖലാ കമ്മിറ്റി അംഗം A. സുരേന്ദ്രൻ മാസ്റ്ററെ ക്ഷണിക്കുകയാണ്. പ്രിയമുള്ളവരെ, ഗുണമേന്മയുള്ള വിദ്യാഭ്യാസം കുട്ടിയുടെ അവകാശം തന്നെയാണെന്ന് ഉറക്കെ പ്രഖ്യാപിച്ചുകൊണ്ട് കേരളത്തിലുടനീളം സഞ്ചരിക്കുന്ന, കാസർഗോഡ് നിന്ന് തുടങ്ങി തിരുവനന്തപുരത്ത് സമാപിക്കുന്ന ഈ വിദ്യാഭ്യാസ ജാഥ പരിഷത്തിൻ്റെ സംസ്ഥാന പ്രസിഡന്റ് മീരാബായി ടീച്ചറാണ് നയിക്കുന്നത്. ഉദ്ദേശ ലക്ഷ്യങ്ങൾ ഇവിടെ വിശദീകരിക്കുകയും ചെയ്ത ടീച്ചർക്ക് ആദ്യമായിട്ട് ഈ സ്വീകരണ കേന്ദ്രത്തിൻ്റെ നന്ദി അറിയിക്കുന്നു. അതേപോലെ ഡോക്ടർ M. V. ഗംഗാധരൻ വൈസ് ക്യാപ്റ്റനാണ്. അദ്ദേഹത്തെയും ഈ സ്വീകരണ കേന്ദ്രത്തിന് വേണ്ടി നന്ദി അറിയിക്കുകയാണ്. ഈ ജാഥയുടെ ഉദ്ദേശ ലക്ഷ്യങ്ങളെ കുറിച്ച് വളരെ ലളിതമായിട്ട് ഇവിടെ വിശദീകരിച്ച പ്രൊഫസർ പാമ്പുട്ടി മാഷ്,
അതുപോലൊപ്പം ജാഥയോടൊപ്പമുള്ള പിന്നെ സംസ്ഥാന സെക്രട്ടറി ശാന്തകുമാരി, അതുപോലെ ഡോക്ടർ രമേശ്, സംസ്ഥാന നിർവാഹക സമിതി അംഗം വിനോദ്, അബ്ദുൽ ഹമീദ്, ഇവിടുത്തെ പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ചന്ദ്രൻ തിരുവത്ത്, CM മുരളിയുണ്ട്, പരിഷത്തിൻ്റെ അതുപോലെ തന്നെ ഒരുപാട് പേരെടുത്ത് പറയുന്നില്ല, ഒരുപാട് പ്രവർത്തകരുണ്ട്. വിജയമാഷുണ്ട്, പിന്നെ മാധ്യമപ്രവർത്തകൻ ഗോയ മാഷ്, ഒരുപാട് സമൂഹത്തിൽ വിവിധ മേഖലകളിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരുപാട് വ്യക്തിത്വങ്ങൾ ഈ ജാഥയുടെ ഉദ്ദേശ ലക്ഷ്യങ്ങൾ അറിയാൻ വേണ്ടി ഇവിടെ എത്തിയിട്ടുണ്ട്. പേരെടുത്ത് പറയുന്നില്ല, അവർക്കെല്ലാം തന്നെ ഈ ശേഖരണ കേന്ദ്രത്തിന് വേണ്ടി നന്ദി പറയുകയാണ്. അതോടൊപ്പം ഈ സ്റ്റാൻഡിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് നമ്മുടെ വിദ്യാഭ്യാസ ജാഥയുടെ ഉദ്ദേശ ലക്ഷ്യങ്ങൾ ശ്രമിച്ച എല്ലാ നാട്ടുകാർക്കും, എൻ്റെ പ്രിയപ്പെട്ട ഈ ജാഥയുടെ ഉദ്ദേശ ലക്ഷ്യങ്ങൾ പിന്നെ പ്രത്യേകിച്ച് ശ്രദ്ധിച്ച വിദ്യാർത്ഥികൾ എല്ലാവർക്കും നന്ദി പറഞ്ഞുകൊണ്ട് ഈ പരിപാടി ഇവിടെ അവസാനിച്ചതായിട്ട് അധ്യക്ഷൻ്റെ അനുവാദത്തോടെ, അതുപോലെ യോഗം നിയന്ത്രിച്ച അനിൽമാഷ്, എല്ലാവർക്കും നന്ദി പറഞ്ഞുകൊണ്ട് അധ്യക്ഷൻ്റെ അനുവാദത്തോടെ ഈ യോഗം അവസാനിച്ചാൽ നന്ദി, നമസ്കാരം.